കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അത് നിങ്ങൾക്കൊരാശ്വാസമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ, മാസങ്ങളിൽ യേശുവിൻ്റെ വലിയ കരുതലും ദൈവത്തിൻ്റെ വലിയ കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ മുഴുമാനവും മഹത്വവും യേശു കർത്താവിന് അറിയിക്കുകയാണ്. പ്രിയരെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും എന്നും കോട്ടയായി, സങ്കേതമായി, ആത്മാവിൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ വർദ്ധിക്കട്ടെ, അനുഗ്രഹം അനുഭവിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന കാലുവയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലും അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടാകട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. ഇന്ന് വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യമായ 34-ാമത്തെ വാക്യമാണ്. വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. ശക്തമേറിയ ഒരു ഉപദേശമാണ് നാം ഇന്ന് പകൽ വായിക്കുന്നത്. ഇവിടെ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണ സമയത്ത് കർത്താവ് ധാരാളം ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. മലമുകളിൽ കയറി പ്രഭാഷണങ്ങൾ നടത്തിയ ഭാഗങ്ങൾ. അങ്ങനെ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണ സമയങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ യേശു കർത്താവ് പറഞ്ഞതിന് അവസാനമായിട്ട് വിചാരപ്പെടുന്ന, ആകുലപ്പെടുന്ന, വിഷമിക്കുന്ന, നാളെ ഓർത്ത് നിരാശപ്പെടുന്ന ആളുകളെ കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ്: നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത്, അഥവാ ആകുലപ്പെടരുത്. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനാലും നിരാശപ്പെടരുത്. ഇന്ന് രാവിലെയും പരിശുദ്ധ ആത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ ആത്മാവിൻ്റെ നിറവോടുകൂടെ പറയുകയാണ്: നിങ്ങൾ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നിങ്ങൾ നോക്കുക. വിളിച്ചത് ദൈവമല്ലേ? തിരഞ്ഞെടുത്തത് ദൈവമല്ലേ? ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത് ദൈവമല്ലേ? ഈ ഭൂമിയിൽ കാണുന്ന ചരാചരങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ പറവകൾക്കും വൃക്ഷാദികൾക്കും സസ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു പലതിനും ദൈവം അതതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിൽ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട നമ്മെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത്, അല്ലെങ്കിൽ ആദം ഹവ്വ ദമ്പതികളെ സൃഷ്ടിച്ച ആദ്യ സമയങ്ങളിൽ യഹോവയായ ദൈവം മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയത് 1-ാം ദിവസമല്ല, 2-ാം ദിവസമല്ല, 4-ാം ദിവസവുമല്ല, 5-ാമത്തെ ദിവസവുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയത് 6-ാമത്തെ ദിവസം. സൃഷ്ടിപ്പിന്റെ 5 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ 5 ദിവസം ദൈവം എന്ത് ചെയ്യായിരുന്നു? 6-ാം ദിവസം സൃഷ്ടിക്കപ്പെടുന്ന തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും രൂപപ്പെടുത്തുന്ന
മനുഷ്യനു വേണ്ടി 5 ദിവസം ദൈവം വേല ചെയ്തു. 5 ദിവസം ദൈവം ആകാശത്തെ നോക്കി കൽപ്പിച്ചു, ഭൂമിയെ നോക്കി കൽപ്പിച്ചു, സമുദ്രത്തെ നോക്കി കൽപ്പിച്ചു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സകലതും ഉണ്ടായി. ദൈവം പറഞ്ഞതെല്ലാം ഉണ്ടായി. അവസാനം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: എല്ലാം ദൈവം നല്ലത് 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 എന്ന് കണ്ടു. എന്നാൽ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം നല്ലത് എന്നല്ല പറഞ്ഞത്, മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്നാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ മനുഷ്യനെ ഉറക്കക്കെടുത്തി അതിനെ ഉറക്കത്തിൽ വെച്ച് ഗാഠനിദ്ര ഉണ്ടാക്കി അവൻ്റെ ശരീരത്തിൽ നിന്നൊരു വാരിയെല്ല് ഊരിയെടുത്ത് ഒരു പെണ്ണിനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്ത്രീയെ ഉണ്ടാക്കി ദൈവം കൊടുത്ത് നരനോടുകൂടെ ഇരിക്കുന്ന നാരി എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം ആ മനുഷ്യനോടുകൂടെ ആ സ്ത്രീയെ ചേർത്ത് വെച്ചു. അങ്ങനെയാണ് ദൈവം ഭൂമിയിൽ സൃഷ്ടിപ്പുണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, മനുഷ്യന് വേണ്ടതെല്ലാം ഭൂമിയിൽ ഉണ്ടാക്കിയതിന് ശേഷം, മനുഷ്യന് വേണ്ടതെല്ലാം ഭൂമിയിൽ കരുതിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ, ഈ യുഗത്തിലും കർത്താവ് പറയുകയാണ്, നിങ്ങൾ നാളെ ഓർത്ത് വിചാരപ്പെടേണ്ട. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഭർത്താവ് ജനിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഭാര്യ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന എനിക്ക് വേണ്ടത് കരുതി വെച്ചിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിന്റെ വാക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം. യേശു കർത്താവ് പറഞ്ഞ അതേ വാക്കിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയുകയാ, നാളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും? വ്യാകുലപ്പെടരുത്. എങ്ങനെ ഫീസ് അടയ്ക്കും? വ്യാകുലപ്പെടരുത്. എങ്ങനെ ആ കാര്യത്തിൽ കരപിടിക്കും? വ്യാകുലപ്പെടരുത്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ആ സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ സ്കൂളിൽ അടയ്ക്കാൻ സമയം അതിക്രമിച്ചു പോയപ്പോൾ സ്കൂളിലെ ടീച്ചർ പല പ്രാവശ്യം അവരുടെ ബുക്കിനകത്ത് എഴുതി ഞങ്ങളുടെ കയ്യിൽ കൊടുത്തു വിട്ടു, ഫീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് ക്ലോസ് ചെയ്യണമെന്ന്. ആ സമയത്ത് എൻ്റെ കൈ വളരെ ടൈറ്റായിരുന്നു. എനിക്കത് ആ ഒരു വലിയ എമൗണ്ട് അടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു, കർത്താവെ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ആ ഫീസിൻ്റെ കാര്യങ്ങളാണ്, അത് അടച്ചു തീർക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ള കുട്ടികളൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കാര്യങ്ങൾ നിവർത്തിക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നു കൊണ്ട് രാത്രിയിലും പകലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ മുമ്പിൽ ഒരു വഴിയുമില്ല. എങ്ങനെ അത് അടയ്ക്കണം, എങ്ങനെ അത് കൊടുത്തു തീർക്കണം എന്നറിയത്തില്ല. 2-ാമത്തെ പ്രാവശ്യവും അവര് ആ ഡയറിക്കകത്ത് എഴുതി അയച്ചു, നിങ്ങൾ പെൻഡിങ് ആണ്, അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നുള്ളത്. വീണ്ടും ദൈവസന്നിധി പറഞ്ഞു, കർത്താവെ, ഇത് കാര്യത്തിലൊരു ക്രമീകരണം ദൈവം ചെയ്യണം. അതുകൊണ്ട് എൻ്റെ കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടണം. അങ്ങയുടെ ദാസനാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ. ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കത് ക്രമീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധി മുട്ടിപ്പായി ചില മാസങ്ങൾക്ക് മുമ്പ് കരയാൻ തുടങ്ങി. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നാളേക്കായി കരുതുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പുറത്തുപോയി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊന്ന് നേരി കാണണം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അത് ഞാൻ പാസ്റ്ററെ നേരി കാണുമ്പോൾ പറയാം. എനിക്ക് സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സമയം പറഞ്ഞു. അന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ വീട്ടിലുണ്ടാകും, വരാൻ പറഞ്ഞു. 4 മണിയായപ്പോൾ ആ വ്യക്തി വീട്ടിൽ വന്നു. ആ വ്യക്തി വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ എടുത്ത് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇത് പാസ്റ്ററിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. കണ്ടോ, ദൈവം കരുതുന്ന ദൈവം. ആ ഫീസ് അടയ്ക്കുവാൻ ഞങ്ങൾക്ക് കൊണ്ടുതന്ന ആ വ്യക്തി വലിയ പൈസയുള്ള ആളൊന്നും അല്ല. ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ, കടങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷെ തന്നോടും തൻ്റെ ഭാര്യയോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് അവർ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പൈസ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തി കുടുംബമായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ പൈസ എടുത്തപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ഞങ്ങൾ എത്ര രൂപയാണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അടയ്ക്കേണ്ടത് പെൻഡിങ് ആയി കിടന്നത്, അതിൽ 2000 രൂപ അധികം വരത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം ഒരു പൊതിക്കെട്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്താൻ ഒരു മനുഷ്യനോട് ചോദിക്കാതെ, ഞങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് തരണമെന്ന് ഞങ്ങൾ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഈ സന്ദേശം അവർ കേൾക്കുന്നുണ്ട്, അവർക്കറിയാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് എന്ത് ചെയ്തു? സംസാരിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പറഞ്ഞു വിട്ടു. അവരുടെ ഇല്ലായ്മയിൽ നിന്നും ഞങ്ങൾക്ക് അതിന് വേണ്ടത് അവരെ കർത്താവ് ഉപയോഗിച്ചു. ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം, അത് കഴിഞ്ഞപ്പോൾ അവരുടെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ദൈവം അവരെ കൈവിട്ടില്ല. അവരുടെ തലമുറയ്ക്ക് വേണ്ടതുപോലും ദൈവം അവരെ കൈവിട്ടില്ല. ആ സമയത്ത് മനുഷ്യരെല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവരുടെയും സ്ഥിതിക്ക് വ്യത്യാസങ്ങൾ വരുത്തി. പ്രിയരെ, അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം, യേശുവിൻ്റെ ഗിരിപ്രഭാഷണ സമയത്ത് കർത്താവ് പറഞ്ഞ ഈ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് യേശു കർത്താവ് പറയുക, ഒന്നിനെ കൊണ്ട് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളും ഇതുപോണക്കുള്ള ഏതെങ്കിലും അനുബന്ധമായ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാനോ, വിവാഹം നടത്തി കൊടുക്കുവാനോ, ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനോ, ഒരു രാജ്യത്തേക്ക് പറഞ്ഞയക്കാനോ, ഉപരിപഠനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനോ തടസ്സമുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്ന, പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും എന്നെ കേൾക്കുന്നേ. ഞാൻ ഇന്ന് രാവിലെ ദൈവത്തോട് പറയാം, ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായി പറയാം, കർത്താവിൻ്റെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി. മനുഷ്യരോട് നിന്റെ വേദന പറയരുത്. ഞാൻ മനുഷ്യരോടൊക്കെ എൻ്റെ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല. ഒരു മനുഷ്യരും വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോഴൊക്കെ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ ദൈവസന്നിധി കർത്താവിനോട് കരഞ്ഞിട്ടുണ്ടോ, എപ്പോഴൊക്കെ എൻ്റെ ആവശ്യങ്ങൾ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടോ, യേശു ആ തക്ക സമയത്ത് എനിക്ക് വേണ്ടി ചെയ്തു തന്നത് ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ കരയരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടത് കരുതി തരുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, നാളേക്കായി നീ വിചാരപ്പെടരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യം പറയാൻ കാര്യം 6-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു കർത്താവ് പറയുകയാണ്, നമ്മോട് ഇന്ന് പകൽ പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? വേദപുസ്തകത്തിൽ കർത്താപ്പച്ചൻ പറയുകയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടുക. നമ്മൾ ഏറ്റവും കൂടുതൽ വിചാരപ്പെടുന്നത് അതിനു വേണ്ടിയല്ലേ? നമ്മൾ അധ്വാനിക്കുന്നു, ഓടുന്നതും കഷ്ടപ്പെടുന്നതും എന്തിനു വേണ്ടിയാ? തിന്നാനും കുടിക്കാനും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. എന്നാൽ മനുഷ്യനെ വല്ലാതെ ഭരിക്കുന്ന വിഷയം, ഇന്ന് നമ്മൾ ചിന്തിക്കും നാളെ എന്താ നമ്മൾ തിന്നുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കും നാളെ രാവിലെ എന്താ ഉണ്ടാക്കുന്നത്, നാളെ രാവിലെ കൊച്ചുങ്ങൾക്ക് എന്താണ് ടിഫിൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും. യേശു കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങളൊരു ദൈവ പൈതലാണ്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ, യേശുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, യേശുവിൻ്റെ ആത്മാവിൽ നിങ്ങൾ ഒരുക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ എന്തു കുടിക്കണം, എന്ന് കഴിക്കണം നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടാൻ യേശു ഉണ്ട്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന തൻ്റെ ഭക്തന്മാർക്കോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല.
എന്താ കാര്യം? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് ഉറങ്ങാതെ നാളേക്ക് വേണ്ടത് കർത്താവ് കരുതിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ നിക്ഷേപങ്ങൾ അനവധിയാണ്. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ പണമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ പക്കൽ ഉയർച്ചയുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ പക്കൽ മാനവും ഉയർച്ചയെല്ലാം ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ഒപ്പം നടക്കണം. ഞാൻ എൻ്റെ അപ്പൻ്റെ വാക്ക് കേൾക്കാതെ, എൻ്റെ അപ്പനെ തിരസ്കരിച്ച്, എൻ്റെ അപ്പന് കൊടുക്കാത്ത ബഹുമാനം കൊടുക്കാതെ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും എൻ്റെ അപ്പൻ്റെ നന്മ എനിക്ക് കിട്ടത്തില്ല. എൻ്റെ അപ്പൻ അത് തരുന്നതിൽ കുറച്ച് മടി കാണിക്കും. കാരണം ഞാൻ അപ്പനെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഈ നിലയിൽ പോയാൽ എൻ്റെ അപ്പന് തരാനുള്ളത് എനിക്ക് തരത്തില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ, അനുസരിക്കാതെ, ബഹുമാനിക്കാതെ നാം നമ്മുടെ വഴിയിൽ നടന്ന് നമ്മുടെ ഇച്ഛകൾക്ക് ഒത്തവണ്ണം നമ്മൾ ചലനം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ കെട്ടിപ്പൊക്കാൻ നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും യേശു കർത്താവിന് നമ്മുടെ വിഷയത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവരും, എന്നാൽ നമ്മുടെ വിഷയത്തിൽ പരിഹാരം യേശു വരുത്തണമെന്നുണ്ടെങ്കിൽ യേശുവിനായി നാം ജീവിക്കണം, യേശുവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നാളെ എന്ത് കുടിക്കും, എന്ത് തിന്നും എന്നതിനെക്കുറിച്ച് ഒരിക്കലും വിചാരപ്പെടരുത്. ഇവിടെ വായിക്കുകയാണ്, നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരിക്കരുത്. നമുക്ക് വിചാരം പലതാ. ഏത് ഉടുക്കണം, ഇനി നാളെ എന്തോ ഇടും, ഒരു നല്ല സാരി കിട്ടിയിരുന്നെങ്കിൽ, നല്ല ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ വിചാരപ്പെടുന്നവർ ഇന്നും ഉണ്ട് പ്രിയരെ. ഇന്ന് ഒത്തിരി അഭിവൃദ്ധിയുടെ കാലഘട്ടമാണെങ്കിലും, ഒത്തിരി സമ്പന്നതയുടെ ജീവിതമാണ് എല്ലാവരും നയിക്കുന്നതെങ്കിലും, നാളത്തെ ഓർത്ത് വിചാരപ്പെടുന്ന, കരയുന്ന, കലങ്ങുന്ന ആളുകൾ ഇന്നും ഉണ്ടെന്ന്. ഇന്നും ഉണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോകുന്നവര്. എന്നാൽ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ വസ്ത്രമുള്ളവരുണ്ട്. എന്ത് ഉടുക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്ത് തിന്നണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ടെൻഷനാ, അത് നമ്മുടെ ഒരു വല്ലാത്ത ഒരു ചിന്താഗതിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ആളുകളുണ്ട്. ഒരു നല്ല ആഹാരം വാങ്ങിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്നേഹിതൻ, ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, സുവിശേഷം പറയാൻ വേണ്ടി ചെന്നതാ. ആദ്യം സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ഒത്തിരി മടികളൊക്കെ കാണിച്ചു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ ഇരുന്ന് സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ടപ്പോൾ തൻ്റെ മനസ്സ് അയാൻ തുടങ്ങി. എന്നൊക്കെയപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിത മേഖലകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തൊടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ആ വ്യക്തി ആ വീട്ടിലിരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കി കരയുന്നത് കാണാനിടയായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ദൈവമാണ് അയച്ചതെന്ന് വിശ്വസിക്കുന്നത്. ആദ്യം സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു തിരസ്കരണമായിരുന്നു എൻ്റെ മുഖത്ത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും കയറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിൽ കയറിയിരുന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് തൊട്ടു. കണ്ണുനീരോടെ പറഞ്ഞു, ജോലിക്ക് പോയിട്ട് നാൾ കുറയായി, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് നാൾ കുറയായി. പ്രിയപ്പെട്ടവരെ, ആ സഹോദരന്റെ വേദനയിൽ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ ദൈവം ഞങ്ങളെ അന്ന് സഹായിച്ചു. അപ്പം ഇന്നും നാളെ ഓർത്ത് ഭാരപ്പെടുന്നവരും നിരാശപ്പെടുന്നവരും ആഹാരത്തിനായി പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരും വസ്ത്രത്തിന് വേണ്ടി, ഒരു നല്ല വസ്ത്രം കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായി വാങ്ങിച്ചിടാൻ വേണ്ടി കൊതിക്കുന്നവരുമുണ്ട്. ഇന്ന് ഒരു വസ്ത്രം കഴുകി അടുത്ത ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, അത് ഉണക്കി അലക്കി മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. കാരണം എവിടെയെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പുറത്തു പോകാൻ നേരത്ത് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സാരി മാത്രമേ, അല്ലെങ്കിൽ ഈ ചുരിദാർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ദൈവദാസന്മാർ പോലും ഉണ്ട്, എൻ്റെ അറിവിലുണ്ട്. ഒരു കാലത്ത് ഞാനും ആ വഴി കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ വിഷയത്തിൽ ദൈവം എന്നെ അത്ഭുതകരമായി ഇതുവരെ നടത്തി. കർത്താവ് എനിക്ക് വേണ്ടത് തന്നു,
എൻ്റെ വസ്ത്രങ്ങൾ ദൈവം തന്നതാണ്. ഞാൻ അധികം വസ്ത്രങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാറില്ല. ആരെങ്കിലുമൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. മനോഹരമായ വസ്ത്രങ്ങൾ ദൈവം എനിക്ക് തരും. എന്നാൽ ഏറായ അനുഭവങ്ങളിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുമുണ്ട്. നല്ല വസ്ത്രങ്ങൾ മാത്രമല്ല, നല്ല ആഹാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നല്ല ആഹാരത്തിന് ഒരു ടേസ്റ്റ് വായിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നാക്കിൽ നിന്ന് ആ ടേസ്റ്റ് മാറുന്നതിന് മുമ്പ് അടുത്ത ആഹാരം തന്നിട്ടുണ്ട്. ഫ്രിഡ്ജ്, അതിൻ്റെ ഫ്രീസർ എപ്പോഴും ഫില്ലായിരിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തെ വിളിച്ചതിൻ്റെ കാരണം മാത്രമാണ്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒന്നും എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കാര്യമായ കാര്യങ്ങളൊന്നുമില്ല, പേരില്ല, പെരുമയില്ല, പണമില്ല, ദാരിദ്ര്യമൊക്കെയുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു ദൈവദാസന്റെ മകനായിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ പിതാവ് ഒത്തിരി സാമ്പത്തികമുള്ള അല്ലെങ്കിൽ വലിയ സഭകളിലൊന്നും ഇരുന്നിട്ടില്ല. ഒത്തിരി കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും വേദനകളും പട്ടിണികളുമുള്ള സ്ഥലങ്ങളിലും മിഷൻ ഫീൽഡുകളിലും ചെറിയ ചെറിയ സഭകളിലൊക്കെയാണ് എൻ്റെ പിതാവ് ശുശ്രൂഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വഴി കൂടെ ഒക്കെ കടന്നുപോയി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. എന്നാൽ ഇന്ന് നമ്മളിങ്ങനെ ആയതിൻ്റെ കാരണം നമ്മുടെ മിടുക്ക് കൊണ്ടോ, സർട്ടിഫിക്കറ്റിൻ്റെ ബലം കൊണ്ടോ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല പ്രിയരെ. ദൈവം യേശു ആരാണെന്ന് തിരിച്ചറിയുകയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്ത ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇന്നനുഭവിക്കുന്ന നന്മകൾ. സൈക്കിളിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ആഹാരത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. മിഷൻ ഫീൽഡുകളിലൊക്കെ കഴിയുമ്പോൾ, മുൻകാലങ്ങളിലൊക്കെ ഇരുന്ന സഭകളിലൊക്കെ കഴിയുമ്പോൾ ഒരു നല്ല ആഹാരത്തിന് വേണ്ടി ഞാനും കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം കരഞ്ഞിട്ടുണ്ട്. എൻ്റെ മരിച്ചുപോയ കുഞ്ഞ് ആ സമയത്ത് നല്ലൊരു ആഹാരം കൊടുക്കാനായിട്ട് കൊതിച്ച് കരഞ്ഞ നാളുകളുണ്ട്. അതൊക്കെ വലിയ ചരിത്രങ്ങൾ, അതൊക്കെ പോട്ടെ. പക്ഷേ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ, യേശുവിനെ രുചിക്കേണ്ടതുപോലെ രുചിച്ചപ്പോൾ, യേശു എന്ന നാമം അതരത്തിൽ എടുക്കാൻ തുടങ്ങി എന്നാണോ അന്ന് ദൈവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. ഒന്നിനും കുറവ് വരാതെ അഭിവൃദ്ധി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വലിയ ബാലൻസ് ഉണ്ടെന്നല്ല പറഞ്ഞത്. ചിലപ്പോൾ 0 ബാലൻസ് ആയിരിക്കും. പക്ഷെ അന്നും നടത്തിയ ഒരു ദൈവമുണ്ട്. അനുഭവത്തോടു കൂടെ ഇന്ന് പകൽ പറയുക, അന്നും ശ്രേഷ്ഠകരമായി നടത്തിയ, ആഹാരം തന്ന, വസ്ത്രം തന്ന, പണം നൽകിയ, ഞാൻ മുമ്പേ എൻ്റെ സാക്ഷ്യം പറഞ്ഞതുപോലെ ആളിനെ വീട്ടിൽ അയച്ച് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിയ എത്ര 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 കഥകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയാൻ പോയാൽ ഇന്ന് പകൽ സമയം തീരത്തില്ല. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, എന്തു തിന്നും എന്തു കുടിക്കും ഇവയെ കൊണ്ട് നീ വ്യാകുലപ്പെടരുത്. എന്നിട്ട് കർത്താവ് ഒരു എക്സാമ്പിൾ പറയുന്നു. 26-ാമത്തെ വാക്യം, മത്തായി 6-ന്റെ, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടി വെക്കുന്നതുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ പറവകൾ? ആകാശത്തിലെ പറവകൾ പറന്ന് നമ്മുടെ മുറ്റത്തും പറമ്പത്തും ഒക്കെ നടക്കുന്നത്. ആ പറവകൾക്ക് എവിടെയെങ്കിലും പാണ്ഡികശാലയുണ്ടോ? എവിടെയെങ്കിലും കളപ്പുരകളുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രാവ് കുറേ ആഹാരങ്ങൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കാക്ക കുറേ ആഹാരങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരേതെങ്കിലും ദിവസം പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് യേശു പറയും, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ എന്ത് ചെയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല. എവിടെയെങ്കിലും പറവയ്ക്ക് കൃഷിസ്ഥലമുണ്ടോ? അടുത്ത ക്ഷാമകാലത്തേക്ക് കൂട്ടിവെക്കാൻ കളപ്പുരകളുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ ഏത് പട്ടിണി നിറഞ്ഞ കാലഘട്ടത്തിലും, കൊടും വെയിലത്തും ക്ഷാമകാലത്തും പറവ പട്ടിണി കിടക്കുന്നില്ല. അതതിനു വേണ്ട ആഹാരം സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് പറയുക, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവായ ആ യഹോവ നിങ്ങളെ പുലർത്തും. നോക്കിക്കേ, എന്നിട്ട് പറഞ്ഞ അവസാനത്തെ ഒരു വേടുണ്ട്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ. കണ്ടോ? അവയേക്കാൾ. ആരേക്കാൾ? പറവകളെക്കാൾ, ആകാശത്തിലെ പറവകളെക്കാൾ, ഭൂമിയിലെ താമരയേക്കാൾ, അല്ലെങ്കിൽ സസ്യങ്ങളെക്കാൾ, പൂക്കളെക്കാൾ, ചെടികളെക്കാൾ, മൃഗങ്ങളെക്കാൾ നമ്മൾ ആരാണ്? വിശേഷതയുള്ളവരാണ്. എന്താ വിശേഷത? തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ വിശേഷത. തീർന്നില്ല. അവൻ്റെ ആത്മാവിനെ
നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്നുള്ള വിശേഷത. യേശുവിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണെന്ന്. അപ്പൊ നമ്മിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. പറവയേക്കാൾ, മൃഗങ്ങളെക്കാൾ, സസ്യങ്ങളെക്കാൾ, ഗാലക്സികളെക്കാൾ, നക്ഷത്രങ്ങളെക്കാൾ, സൂര്യനും ചന്ദ്രനേക്കാൾ, കടലിലെ തിമിംഗലങ്ങളെക്കാൾ വിശേഷതയുള്ളവരാണ് ഞാനും നീയും. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരായതുകൊണ്ട് നിങ്ങൾ നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. പറവകൾക്ക്, സസ്യങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് എത്രയധികം തരും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന, അപ്പനോട് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ തൻ്റെ മക്കൾക്ക് തൻ്റെ അപ്പൻ എത്ര അധികം ദാനം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി അതതിൻ്റെതായ സമയത്ത് കരുതി വെച്ച് നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾ ആകുലപ്പെടുമ്പോൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ അകന്നു പോകരുത്. നിങ്ങൾ വ്യാകുലത വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പുറപുറുക്കരുത്. ഒരിക്കൽ പൗലോസിന്റെ ശരീരത്തിൽ ശൂലവും പ്രയാസവും നേരിട്ടപ്പോൾ യേശുവിനോട് പറഞ്ഞില്ലേ, ഇതൊന്ന് മാറ്റിത്തരണം. യേശു എന്താ പറഞ്ഞ്? എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതേ പ്രിയരെ, ബലഹീനതയിൽ തികയുന്ന, വ്യാകുലതകളെ തികയുന്ന, കഷ്ടതകളിൽ തികയുന്ന, ആത്മാവിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി വിശ്വസിക്ക്. നിങ്ങളുടെ ബലഹീനത തുണ നിൽക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ പദം ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയുകയാ, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. ഈ ആണ്ടിന്റെ ആരംഭം തുടങ്ങിയതേ ഉള്ളൂ. ഇതിന്റെ മധ്യാഹ്ന മാസങ്ങളിൽ ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അടുത്ത ജൂലൈ മാസത്തിനിപ്പുറമായി നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഒരു ക്രമീകരണം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവ് അങ്ങനെ ഒരു മാസം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നു. അടുത്ത ജൂലൈ മാസത്തിനുള്ളിൽ നിന്റെ കൊച്ചിന്റെ വിവാഹം നടക്കും. ആ പുതുവഴി തുറക്കും. ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കും. എങ്ങനെ മുമ്പോട്ട് പോകും? നിരാശപ്പെടേണ്ട. എങ്ങനെ ആയിരിക്കും? ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് വേണ്ടത് തന്ന്, തക്ക സമയത്ത് വേണ്ടത് ഒരുക്കി തന്ന്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒന്നും കളയാതെ, മറന്നു കളയാതെ തേജോമനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാ. ഞാൻ ആത്മാവിൽ ആ വചനത്തെ ഏറ്റെടുക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ എടുക്കുന്ന ഈ വചനത്തിന്റെ ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. സാറാഫത്തിലെ വിധവയ്ക്ക് വേണ്ടി എണ്ണ കരുതി വെച്ചതുപോലെ, കെരീത്തിന്റെ തോട്ടിൽ വെള്ളവും കാക്കയ്ക്കുള്ള അടയും ഏലിയാവിന് വേണ്ടി കരുതി വെച്ചതുപോലെ, സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി എത്രയധികം കരുതും. പഴയ നിയമഭക്തന്മാരെ ആമേൻ യഹോവയായ ദൈവം അങ്ങനെയൊക്കെ കരുതിയെങ്കിൽ ഞാനും നീയും നിൽക്കുന്നത് കൃപായുഗത്തിലാ. ക്രിസ്തുവിന്റെ ആത്മാവ് ധരിച്ചവരാണ്. ആമേ പൂർത്തിയായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കീഴിലാ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അങ്ങനെങ്കിൽ യേശുവിന്റെ ആത്മാവ് നമുക്ക് വേണ്ടത് കരുതും. യേശുവിന്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തെ വിടുവിക്കും. യേശുവിന്റെ ആത്മാവ് നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. യേശുവേ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പഴയ നിയമത്തിൽ നിഴലായി മാത്രമാണ് യേശു നിൽക്കുന്നത്. യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് പഴയ നിയമ വിശ്വാസികൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു പൊരുളായി ഇറങ്ങി വന്ന് തൻ്റെ അവസാനത്തുള്ളി രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഒരു സഭയാണ് ഞാനും നിങ്ങളും. വീണ്ടെടുക്കപ്പെട്ട സഭയാണ് ഞാനും നിങ്ങളുമെങ്കിൽ യേശു എത്രയധികം നമുക്ക് വേണ്ടി കരുതും. ആമേ രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസിന്റെ പടകിൽ ഒന്നും കിട്ടാതെ വന്നപ്പോൾ കരയിൽ നിന്നുകൊണ്ട് പത്രോസിനോട് കൽപ്പിച്ചതുപോലെ പടകിന്റെ വലതുവശത്ത് വല ഇറക്കുവീനെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ പത്രോസിന്റെ പടകും വലയും ആമൻ നിറച്ച് വല കീറുമാറ്
അതുമാത്രമല്ല, സഹോദര പടകം കൂടെ നിറയ്ക്കത്തക്ക നിലയിൽ യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി ചലിച്ചെങ്കിൽ 2026 യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ കെട്ടിക്കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് ദൈവിക പദ്ധതി അയച്ച് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില നന്മയോടുകൂടെ, പുതുവഴിയോടുകൂടെ ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് നാളെ ഓർത്ത് നിരാശപ്പെടേണ്ട. ആ ലോണിന്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. ആ കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. വീടിന്റെ പണിയുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാം നൽകി തരും. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. അതുകൊണ്ടാണ് മത്തായി 6-32 വാക്യത്തിൽ വായിച്ചത്, മുമ്പേ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒന്നും കൊണ്ട് നിരാശപ്പെടേണ്ട. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ട്, പിതാവിന്റെ വലതുവശത്ത് യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് ഒരുക്കി വെക്കും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. യഹോവ ഈരേ. അബ്രഹാമിന് വേണ്ടി തൻ്റെ തലമുറ മരിക്കേണ്ട സ്ഥാനത്ത് അൻപിമ്പാട് ദൂരത്തൊരാട്ടുംകുട്ടി കൊമ്പ് കുരുക്കപ്പെട്ട് കിടന്നതുപോലെ നിനക്ക് വേണ്ടി ചിലത് കുരുക്കി കർത്താവ് ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചിലത് കുരുക്കി ഇട്ടിട്ടുണ്ട്. അത് നിന്റെ കയ്യിൽ വരാൻ സമയമായി. ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളെ ഉറപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. കർത്തൃവേല ചെയ്യുന്ന ദൈവദാസന്മാർ അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണേ. ജോലി ചെയ്യുന്ന സഹോദരന്മാർ അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണേ. ഒരു കുടുംബം കൊണ്ടുപോകുന്ന കുടുംബനാഥൻ അവന്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ മുമ്പേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ കിട്ടുമല്ലോ കർത്താവെ. ആകാശത്തിലെ പറവകൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയം ആഹാരങ്ങൾ തരുന്നല്ലോ കർത്താവെ. ഞങ്ങളെ നടത്തുന്ന ശ്രേഷ്ഠത എത്ര വലുതാണ്. ഞങ്ങളെ ഓരോ ദിവസം നടത്തുന്ന വഴികൾ എത്ര വലുതാണ്. ആകയാൽ കർത്താവെ, നാളെ ഓർത്ത് വിചാരപ്പെടാതെ, നാളെ ഓർത്ത് നിരാശപ്പെടാതെ, നാളെ ഓർത്ത് ഞങ്ങൾ കലങ്ങാതെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ആത്മബലം ധരിച്ച് ദൈവകൃപ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. ഇവരുടെ ഞെരുക്കങ്ങളെ മാറ്റണം. ഇവരുടെ കണ്ണുനീര് മാറ്റണം. ഒരത്ഭുതം കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. ഞങ്ങളെ നടത്തുന്ന കർത്താവ് നിങ്ങളെയും നടത്തും. വിശ്വസിക്കൂ. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം യേശു ചെയ്യും. യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. യേശു നിങ്ങളുടെ ദാരിദ്ര്യവും നിരാശയും എല്ലാം വഴി മാറ്റിത്തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ മറ്റു സഹോദരങ്ങൾക്കും അയച്ചു കൊടുക്കൂ. ഈ പ്രവർത്തനത്തിൽ ഈ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ അവരോട് പറയൂ. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് എഴുതൂ. കർത്താവ് നമുക്ക് വേണ്ടി വലുത് കരുതി വച്ചിട്ടുണ്ട്. വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.